എല്ലാ മലയാളം സൂപ്പർ സ്പീക്കേഴ്സിനും നമസ്കാരം. ഞാൻ പ്രകാശ്, പാലക്കാടിൽ നിന്ന്. എല്ലാവർക്കും വിഷു, പെരുന്നാൾ, ഈസ്റ്റർ ആശംസകൾ. ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അതാണെന്ന് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സംഗതിയെപ്പറ്റി മനസ്സിലാക്കാനിടയായി. ഡോമിനോ ഇഫക്റ്റ് ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണത്, ഡോമിനോ ഇഫക്റ്റ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അത് കുറേ കളിച്ചിട്ടുണ്ടാകും. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ കാർഡുകൾ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് ഒന്നിൻ്റെ ചേർത്തിയിട്ട് മറ്റൊന്ന് വെച്ചിട്ട് ഇങ്ങനെ പുറകിൽ വെച്ച് ഒരു ചെയിൻ പോലെ ആക്കി വയ്ക്കും. പിന്നെ നമ്മൾ ഒന്നാമത്തെ ചീട്ടിനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചീട്ട് അതിൻ്റെ രണ്ടാമത്തെ ചീട്ടിൻ്റെ മുകളിൽ വീണ്, രണ്ടാമത്തെ ചീട്ട് മൂന്നാമത്തെ ചീട്ടിൻ്റെ മുകളിൽ വീണ്, അതിങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ചെയിനായിട്ടിങ്ങനെ എല്ലാ ചീട്ടുകളും വരിയായി വീണ് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ടോട്ടൽ മൊത്തത്തിൽ എല്ലാ ചീട്ടുകളും വീണിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ഡോമിനോ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു ശക്തി മാത്രമേ തുടക്കത്തിൽ പ്രയോഗിക്കുന്നുള്ളൂ, പക്ഷേ അത് ഒരു ചെയിന് പോലെ ആ ശക്തി ഇങ്ങനെ പ്രവഹിച്ചു പോയി ആ ശക്തിയുടെ ആക്കം കൂടി വന്ന് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഈ പ്രതിഭാസത്തിനെയാണ് ഡോമിനോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേറൊരു തരമുണ്ട്. അതായത് ഒന്നാമത്തെ ഡോമിനോൻ്റെ ഡബിൾ സൈസിലുള്ള ഒരു ഡോമിനോ രണ്ടാമത്തെ ഡോമിനോയായിട്ട് വയ്ക്കും. ഡോമിനോ എന്ന് പറയുന്നത് ആ കാർഡാണ്, അല്ലെങ്കിൽ ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പീസ്. അപ്പോൾ രണ്ടാമത്തെ ഡോമിനോയെക്കാളും ഇരട്ടി വലിപ്പമുള്ള ഒരു ഡോമിനോനെ വയ്ക്കുക. അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡോമിനോ അതൊരു തട്ട് കൊടുത്താൽ എത്ര വലിപ്പമുള്ള, അതായത് ഇങ്ങനെ നമ്മൾ വെച്ച് പോവുകയാണെങ്കിൽ എത്രയോ ഒരു സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്ററാണെന്ന് തോന്നുന്നു, വലിയ ഓർമ്മയില്ല. അതായത് ഒരു 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒന്നാമത്തെ ഡോമിനോ, അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള രണ്ടാമത്തെ ഡോമിനോ, അങ്ങനെ ഇരട്ടിച്ച് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 57ാമത്തെ ഡോമിനോൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ അത്ര വരും അത്ര. അപ്പോൾ ഈ ഒന്നാമത്തെ ഡോമിനോ ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അത്രയും വലിയ ഡോമിനോ അടക്കം വീഴ്ത്താനുള്ള എഫക്റ്റ് ഈ ഒരു പ്രക്രിയയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് വായിച്ചപ്പോഴാണ് നമ്മുടെ ഈ പതിവായി ചെയ്യുന്ന പരിശീലനത്തിൻ്റെ എഫക്റ്റ് ഈ ഡോമിനോ എഫക്റ്റുമായി സാമ്യമുണ്ടെന്ന് തോന്നുന്നത്. അത് നമ്മൾ പതിവായിട്ട് നമ്മളൊരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഈ സ്പീച്ച് തെറാപ്പി പതിവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസവും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം വളരെ ചെറിയൊരു ചേഞ്ച്, ഒരു നേരിയൊരു മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, അതായത് ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ഈ സ്പീച്ച് തെറാപ്പി പരിശീലനം അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ചെയ്യും. അതൊരു ഘട്ടത്തിൽ എത്തുന്ന അവസരത്തിൽ അതിന് ഈ ഡോമിനോ എഫക്റ്റിൻ്റെ ഒരു ഫലമുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ അല്പാൽപമായിട്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നത് അത് ഓരോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും അത് നമുക്ക് ബോധ്യപ്പെടില്ല. അത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം നമ്മൾ ക്ഷമയോടുകൂടി ആ പ്രാക്ടീസ് ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി
നമ്മളത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഡോമിനോ എഫക്റ്റിൻ്റെ ആ ഒരു അത്ഭുതകരമായ ആ ഒരു റിസൾട്ട് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് ഒരു നാൾ അതിൻ്റെ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രഭാവം നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു ടോട്ടൽ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.